ഹായ് എവരി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ലിനീസ് ഫാമിലി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെജിറ്റബിൾ ബിരിയാണിയാണ്. ഈസിയായി എങ്ങനെ നമുക്കൊരു വെജിറ്റബിൾ ബിരിയാണി കുറച്ച് ടൈമിൽ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് ബിരിയാണി റൈസ് നന്നായി കഴുകി വെള്ളത്തിൽ സോക്ക് ചെയ്ത് 20 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബിരിയാണി റൈസ്, അതുപോലെ 1-2 ബേ ലീവ്സ്, പിന്നെ ഗ്രാമ്പു, തക്കോലം, കറുവപ്പട്ട, ഏലക്കായ, പെരുംജീരകം, പിന്നെ ആവശ്യത്തിന് നെയ്യ്, പിന്നെ അതുപോലെ തന്നെ തക്കാളി, സവോള, ഉരുളൻകിഴങ്ങ്, ക്യാരറ്റ്, അതുപോലെ തന്നെ കുറച്ച് മസാലകളാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ വീട്ടിലുണ്ടാക്കിയ മസാലപ്പൊടിയാണ്. അപ്പോൾ നമുക്ക് ഇത്ര സാധനങ്ങളാണ് നമുക്ക് ബിരിയാണി റൈസ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്, റൈസ് ഉണ്ടാക്കാൻ പോകുന്നത് കുക്കറിലാണ് റൈസ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് കുക്കർ നമ്മൾ സ്റ്റൗമ്മ വെച്ച് തീ ഓണാക്കി. അപ്പോൾ അത് നല്ലോണം വെള്ളം വറ്റിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വേണ്ട ഇത് നല്ലോണം ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അപ്പോൾ കുറച്ച് ഗ്രാമ്പു ഇട്ടിട്ടുണ്ട്, കുറച്ച് തക്കോലം ഇടുന്നുണ്ട്. അല്ലാതെ കുറച്ച് ഇടാം തക്കോലം, പിന്നെ കുറച്ച് കറുവപ്പട്ട, അതുപോലെ പെരുംജീരകം, പിന്നെ കുറച്ച് ഏലക്കായ, അതുപോലെ ബേ ലീവ്സ് കുറച്ചിങ്ങനെ മുറിച്ചിടാം. അങ്ങനെ എല്ലാതും നല്ലോണം മിക്സ് ചെയ്യാം. ഒരു നല്ല മണം വരും. അപ്പോൾ നമുക്ക് റൈസ് ഇടാം. നല്ലോണം നെയ്യിൽ നല്ലോണം മണം വരുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മുടെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അരി ഇടാം. നമ്മൾ അരിഞ്ഞ് വെച്ച കുറച്ച് സവോള ഇതിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാരറ്റ്, ചേർക്കാം. അതുപോലെ കുറച്ച് തക്കാളി, നമ്മൾ ചേർക്കുന്നുണ്ട്. പുളിയൊക്കെ കിട്ടാനായിട്ട് നമ്മൾ കുറച്ച് തക്കാളി ചേർത്ത് എല്ലാതും നല്ലോണം മിക്സ് ചെയ്യുക. നല്ലോണം മിക്സായി നെയ്യിൽ നല്ലോണം വഴറ്റിയെടുക്കുമ്പോൾ നല്ലൊരു മണം കിട്ടും. നമ്മുടെ ബിരിയാണിയിലേക്ക് നല്ലൊരു മണമായിരിക്കും. അങ്ങനെ നമ്മളിതൊക്കെ മിക്സ് ചെയ്തു. ഇനി നമുക്ക് റൈസ് ചേർക്കാം. റൈസിൽ നമ്മൾ 2 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 കപ്പ് റൈസിന് ഇരട്ടി 4 കപ്പ് വെള്ളമാണ് നമ്മൾ ഒഴിക്കേണ്ടത്. അപ്പം നമുക്ക് ശരിക്കും കുക്കറിൽ അടച്ച് വെച്ച് ഒരു വിസിൽ വന്നാൽ മതി. അപ്പോഴേക്കും വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ആവി പോകാൻ നിൽക്കണ്ട, വേഗം ആവി കളഞ്ഞിട്ട് അത് തുറന്ന് നോക്കാം. എന്നിട്ട് അതിൻ്റെ പരുവം നോക്കിയിട്ട് അത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ അടച്ച് വെച്ചാൽ കുറച്ച് നേരം ആവി ഉണ്ടാവും. എന്നാലും കുറച്ച് നേരം അടച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കറക്റ്റായിരിക്കും. അല്ലെങ്കിൽ അധികം ആവിയിലിരുന്നാൽ ചിലപ്പോൾ അവിഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വിസിൽ വന്ന ഉടനെ തന്നെ നമ്മൾ ആവി കളഞ്ഞിട്ട് അത് തുറന്ന് നോക്കുക. തുറന്ന് നോക്കിയിട്ട്
എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. നമുക്കിനി റൈസ് ഇടാം. റൈസ് നമ്മളത് ഒരു അരിപ്പയിലേക്ക് മാറ്റിയിട്ട് വെള്ളം ഇല്ലാണ്ടാണ് ഇടേണ്ടത്. പിന്നെ ആവശ്യത്തിന് 4 ഗ്ലാസ്, 2 ഗ്ലാസ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അപ്പോൾ 4 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. നമ്മുടെ സവോളയും ക്യാരറ്റും ഇതൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ച റൈസ് ഇടാം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം 4 ഗ്ലാസ് വെള്ളമാണ്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കാം. നല്ലോണം ഇളക്കിയിട്ട് ഇത് അടച്ച് വയ്ക്കുക. ഒരു വിസിലാണ് വരേണ്ടത്. ഒരു വിസിൽ വന്നിട്ട് അപ്പം തന്നെ ഓഫ് ചെയ്യുക. അടുത്തതായിട്ട് നമ്മൾ വെജിറ്റബിൾ ബിരിയാണിയാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ മിക്സ് ചെയ്യാനായിട്ട് ഉരുളൻകിഴങ്ങിൻ്റെ ഒരു മിക്സ് ആവശ്യമാണ്. അപ്പോൾ ഉരുളൻകിഴങ്ങ് നമ്മൾ കുക്കറിൽ വേവിക്കാൻ വയ്ക്കാം. ഒരു വിസിൽ വരുമ്പോൾ കുക്കർ ഓഫ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ, ഇടാം. അതുപോലെ തന്നെ കുറച്ച് ഉപ്പിടാം. നല്ലോണം മിക്സ് ചെയ്യാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വയ്ക്കും. അപ്പോൾ നമ്മൾ ഉരുളൻകിഴങ്ങിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് നമ്മൾ കുക്കറിൽ അടച്ചു വയ്ക്കാൻ പോണ്. അപ്പോൾ നമുക്ക് ഒരു വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്യും. നമുക്ക് കുക്കർ അടപ്പത്ത് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഒരു വിസിൽ വന്നു. ഇനി ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓഫ് ചെയ്തിട്ട് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. നല്ല കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടുണ്ടാക്കാണ്. ബിരിയാണിയുടെ മസാലക്കൂട്ട്, ഉരുളൻകിഴങ്ങ് കൊണ്ടുള്ള. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ചൂടായ ചീഞ്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനുശേഷം കുറച്ച് സവോള, ഇടാം. സവോള ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പ്, ഇന്ദുപ്പാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇന്ദുപ്പ് കുറച്ച് ആഡ് ചെയ്യുക. മറ്റുള്ള ഉപ്പിനേക്കാളൊക്കെ നല്ലത് ഇന്ദുപ്പാണെന്നാണ് ഡോക്ടർമാരൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഒരു ഉപ്പ് നമ്മളിട്ട് മിക്സ് ചെയ്ത് അതിന് ശേഷം കുറച്ച് മസാലകളാണ് ആഡ് ചെയ്യാനുള്ളത്.
മസാല ആഡ് ചെയ്യാനായിട്ട് കുറച്ച് മസാല ആഡ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്യാം. മഞ്ഞൾപ്പൊടി നമ്മൾ ശരീരത്തിനൊക്കെ നല്ലതാണ്. കുറച്ചും കൂടി ആഡ് ചെയ്യും ഇതുള്ളത് എപ്പോഴും നല്ലതാണ്. അതിനുശേഷം കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യാം. മുളക് പൊടി ആഡ് ചെയ്തു. അതിനുശേഷം കുറച്ച് മസാല, ഗരം മസാലയാണ് വീട്ടിൽ തന്നെ പൊടിച്ചതാണ്, നമുക്ക് കുറച്ച് ആഡ് ചെയ്യുന്നു. നല്ലോണം മണം വരുന്നുണ്ട്. അങ്ങനെ നല്ലോണം മിക്സ് ചെയ്യാം. ചെയ്തിട്ട് നമ്മൾ തക്കാളി നേരത്തെ അരിഞ്ഞിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്യാം. തക്കാളി നല്ലോണം മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മഞ്ഞളിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യാം. ഇതിൻ്റെ മസാലയാണിത്. മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസിലേക്ക് ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇതാണ് മസാല. അത് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എടുത്ത് നമുക്ക് റൈസിലേക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല എല്ലാതും മിക്സായിട്ട് നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ.